രണ്ടാനമ്മ തന്നെ ക്രൂരമായി മർദ്ദിക്കാറുണ്ടെന്ന് നൂറനാട് ആദിക്കാട്ടുകുളങ്ങര സ്വദേശിനിയായ 4ാം ക്ലാസ് വിദ്യാർത്ഥിനി. താൻ നേരിടുന്ന ഭീതിജനകമായ അവസ്ഥയെക്കുറിച്ച് കുട്ടി എഴുതിയ കുറിപ്പ് ആരെയും ഞെട്ടിക്കുന്നതാണ്. പിതാവും തന്നെ മർദ്ദിക്കാറുണ്ടെന്ന് കുട്ടി പറയുന്നു. സംഭവത്തിൽ നൂറനാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. എനിക്ക് അമ്മയില്ല കേട്ടോ, എനിക്ക് രണ്ടാനമ്മയാണ് കേട്ടോ. എൻ്റെ വാപ്പിയും എന്നോട് ക്രൂരതയാണ് കാണിക്കുന്നത്. ഞാനൊരു ദിവസം പ്ലേറ്റ് സ്കൂളിൽ മറന്നു വെച്ചപ്പോൾ ഞാൻ ഒരു പ്ലേറ്റ് ചോദിച്ചു. അപ്പോൾ എൻ്റെ കരണത്ത് ഉമ്മയടിച്ചു. എന്നിട്ട് ഞാനും എൻ്റെ അനുജനും കൂടി കളിച്ചപ്പോൾ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി. അപ്പോൾ ഉമ്മി എൻ്റെ വായിക്ക് അടിച്ചു. ഞങ്ങളുടെ വീട് വെച്ചിട്ട് 2 മാസം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോഴത്തേനും എന്നെ പേടിപ്പിക്കുകയും വിരട്ടുകയുമാണ്. ഞാൻ സെറ്റിയിലിരിക്കുമ്പോൾ ഇരിക്കരുത്, ഞാൻ ബാത്റൂമിൽ കയറുമ്പോൾ കയറരുത്, ഫ്രിഡ്ജ് തുറക്കുമ്പോൾ തുറക്കരുത് എന്നൊക്കെ ഉമ്മി പറയും. തൻ്റെ ജീവിതത്തെക്കുറിച്ച് വിങ്ങലോടെ എഴുതുകയാണ് ഒരു 4ാം ക്ലാസ്സുകാരി. നൂറനാട് ആദിക്കാട്ടുകുളങ്ങരയിലുള്ള 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് താൻ നേരിടുന്ന ക്രൂരമായ അനുഭവങ്ങൾ ഇങ്ങനെ കുറിപ്പായി എഴുതിയത്. 4ാം ക്ലാസ് വിദ്യാർത്ഥിനി രണ്ടാനമ്മയുടെയും പിതാവിൻ്റെയും ക്രൂരമർദ്ദനം നേരിടുകയാണ്. സംഭവത്തിൽ നൂറനാട് പോലീസ് കേസെടുക്കുകയും ചെയ്തു. കുട്ടിയുടെ മൊഴി അടക്കം രേഖപ്പെടുത്തി. കുട്ടി നേരിട്ട ഉപദ്രവത്തെക്കുറിച്ച് വിളിച്ചു ചോദിച്ചാൽ വീണ്ടും മർദ്ദനത്തിന് ഇരയാകും എന്നതുകൊണ്ട് സ്കൂൾ അധികൃതർ പിതൃമാതാവിനെ വിളിച്ചു വരുത്തി വിവരങ്ങൾ കൈമാറുകയായിരുന്നു. രണ്ടാനമ്മയും പിതാവും ചേർന്ന് തന്നെ മർദ്ദിക്കാറുണ്ടെന്ന് കുട്ടി അധ്യാപകരോട് പറഞ്ഞിരുന്നു. കുട്ടി സ്കൂളിലെത്തിയപ്പോൾ ശരീരത്തിൽ ചുവന്ന പാടുകൾ കണ്ട അധ്യാപകർ വിവരം ചോദിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഈ കുരുന്ന് വ്യക്തമാക്കിയത്. എന്നെ അമ്മ പറഞ്ഞില്ല, കഥ പറഞ്ഞിട്ട് എന്നെ അടിക്കുന്നൊക്കെ സൗണ്ട് കേട്ട് ഇറങ്ങി വരാൻ വേണ്ടി പറഞ്ഞില്ലായിരുന്നു. അപ്പം ഞാൻ കഥ തുറന്നപ്പോൾ എന്നെ മുടിക്ക് ഒത്തി പിടിച്ചോണ്ട് പോയി. പിന്നെ വാപ്പെടുത്ത് കുറേ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഈ ചെള്ള എൻ്റെ 2 അടി തന്നു, ഈ ചെള്ള 1 അടിയും തന്നു, 3 അടി അടിച്ചോ. നോട്ട്ബുക്കിൽ എഴുതിയ അനുഭവക്കുറിപ്പ് ഞെട്ടലോടെയും കണ്ണീരോടെയും മാത്രമേ വായിച്ചു തീർക്കാൻ കഴിയൂ. CDNet ന്യൂസ്, ചാരുമൂട്.